ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പരസ്യമാക്കും. റിപ്പോർട്ട് പുറത്ത് വിടരുതെന്ന ഹർജി ഹൈക്കോടതി തള്ളി. നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയാണ് തള്ളിയത്. വിവരങ്ങളുമായി സുധീഷ് ചേരുന്നു. സുധീഷ്, എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, ഇപ്പോൾ റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു ഇടാം എന്ന ഒരു നിഗമനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തു വിടരുതെന്ന് ആവശ്യപ്പെട്ടുള്ള ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജി തള്ളിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളെ, വനിതാ കമ്മീഷൻ അടക്കം, WCC എന്ന സംഘടന അടക്കമുള്ളവരെ, അതോടൊപ്പം തന്നെ വിവരാവകാശ കമ്മീഷനെ അടക്കം അവരുടെ ഭാഗങ്ങൾ കേട്ട ശേഷമാണ് ഹൈക്കോടതി ഇപ്പോൾ ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. ഇതിലെ സ്വകാര്യത ഉണ്ടാവുന്ന പരാമർശങ്ങൾ അത് ഒഴിവാക്കിക്കൊണ്ട് പുറത്തുവിടാമെന്നതായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ ഒരു നിലപാട്. അതേ നിലപാട് തന്നെയായിരുന്നു വനിതാ കമ്മീഷൻ സ്വീകരിച്ചത്. എന്നാൽ ഒരു തരത്തിലും ഇതിന്റെ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നതായിരുന്നു ഇത്തരത്തിൽ ഹർജി സമർപ്പിക്കുമ്പോൾ സജിമോൻ പാറയിൽ ആവശ്യപ്പെട്ടത്. അതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന വലിയ ഒരു ഏറെ നിർണായകമായ ഒരു വിധി വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയപ്പെടുന്നത് ഇത്തരത്തിൽ സ്വകാര്യതകൾ, അത് വിവിധ സ്ത്രീകളുടെ, ചലച്ചിത്ര താരങ്ങളായ സ്ത്രീകളുടെ അടക്കമുള്ള മൊഴികളും മറ്റും ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമായിട്ടുണ്ട്. അപ്പോൾ അത്തരം പരാമർശങ്ങൾ ഇല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വിടരുതെന്ന ഒരു ഭാഗം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ സ്വതന്ത്രവും സൗകര്യപ്രദവും സുരക്ഷിതവുമായി ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട മാറ്റങ്ങൾ വരുത്താനുള്ള നിർദ്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിടാമെന്ന ഒരു അനുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. സുധീഷ്, നേരത്തെ തന്നെ സർക്കാർ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഒഴിവാക്കിയ ശേഷം മാത്രമേ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കൂ എന്ന് അറിയിച്ചിരുന്നു. ചലച്ചിത്ര മന്ത്രി കൃത്യമായിട്ട് അക്കാര്യം വ്യക്തമാക്കിയതാണ്. എന്നിട്ടും ഒരു നിർമ്മാതാവ് കോടതിയെ സമീപിച്ചു. മാത്രമല്ല, ഈ നിർമ്മാതാക്കളുടെ സംഘടന തന്നെ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ പറഞ്ഞിരുന്നു, ഈ പരാതി കൊടുത്ത വ്യക്തിക്ക് ഈ സംഘടനയുമായിട്ട് ബന്ധമില്ല. സംഘടനയുടെ അഭിപ്രായം ഈ റിപ്പോർട്ട് പുറത്ത് വിടണം എന്ന് തന്നെയാണ്. അതായത് സുതാര്യമാവട്ടെ, ആരൊക്കെയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതെന്ന് അറിയട്ടെ. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ആരുടെ ഭാഗത്ത് നിന്നാണ് കൊള്ളരുതായ്മകൾ ഉണ്ടായിട്ടുള്ളത് അവർ തുറന്ന് കാട്ടപ്പെടട്ടെ. അങ്ങനെ ഒരു നിലപാടാണ് ചലച്ചിത്ര മേഖലയിലെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ചില സംഘടനകൾ സ്വീകരിച്ചത്. പക്ഷേ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖ ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം തുറന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ഒരുപക്ഷെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പല പ്രമുഖരും പ്രതിക്കൂട്ടിൽ ആവില്ലേ? അങ്ങനെ തുറന്ന് കാട്ടപ്പെടുന്നതിലുള്ള ആ വിമുഖതയല്ലേ സജിമോൻ പാറയിലിൻ്റെ ഹർജിയിലൂടെ പുറത്തു വന്നത്? അനിൽ നമ്പ്യാർ, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. സജിമോൻ പാറയിൽ മറ്റാർക്കൊക്കെയോ വേണ്ടി ഇത്തരത്തിലൊരു ഹർജി ഹൈക്കോടതി സമർപ്പിച്ചു എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. കാരണം പല പ്രമുഖരായ നിർമ്മാതാക്കളും ഇതിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ മാനസികമായി അനുകൂലിക്കുന്ന ഒരു നിലപാടില്ലെങ്കിൽ അത്തരം പ്രതികരണങ്ങളാണ് മുൻപ് പങ്കുവച്ചിട്ടുള്ളതും. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇത് ദുരുദ്ദേശപരവും എന്തൊക്കെയോ മറച്ചുവെക്കാനുള്ള ഗൂഢ നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരം ഒരു ഹർജി സമർപ്പിച്ചത് എന്നത് തന്നെയായിരുന്നു WCC അടക്കമുള്ളവരും പ്രതികരിച്ചിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം ഒരു ഹർജി വന്ന പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണോ എന്ന ഇത് പുറത്തുവിടാനുള്ള തീരുമാനത്തിന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് നേരത്തെ ഇത്തരം ഒരു സ്റ്റേ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരുന്നത്. എന്നാൽ അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പൊതുസമൂഹത്തിലാകെ തന്നെ ഇത് സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായ ഒരു റിപ്പോർട്ടാണ്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറം ലോകം അറിയേണ്ടതാണ് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഉണ്ടായതും. എന്നാൽ അതിനെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. ആ നീക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു. കൃത്യമായി തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാം എന്ന ഒരു അനുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും വനിതാ കമ്മീഷന്റെയും WCCയുടെയും വിവരാവകാശ കമ്മീഷന്റെയും ഒക്കെ അടക്കമുള്ള നിലപാടുകൾ ഇതിൽ നിർണായകമായിരുന്നു. അത്തരത്തിൽ പൊതുവിൽ ഉയർന്ന ഒരു ആവശ്യവും അത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കൊരു മാനക്കേട് ഉണ്ടാകുന്ന തരത്തിലുള്ള വിവരങ്ങൾ മാത്രം മറച്ചു വെച്ചുകൊണ്ട് ബാക്കി വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവിടേണ്ടതാണ് എന്നത് തന്നെയായിരുന്നു ഹൈക്കോടതിയിൽ ഉയർന്നു വന്ന ആവശ്യങ്ങളും. ആ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി റിട്ടയർഡ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന നിർണായക വിധി
പ്രസ്താവിച്ചിരിക്കുന്നത് അനിൽ നമ്പ്യാർ.